മുഖ്യമന്ത്രി പറയുകയാണ് ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ മേഖല അല്ലെങ്കിൽ കേരളത്തിലെ ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ആരോഗ്യ മേഖലകളൊന്നിനെ ഇകഴ്ത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് വെച്ചാൽ ശത്രുക്കൾ ആരോ ചെയ്യുന്നു എന്ന മട്ടിൽ. ഒന്ന്, കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ ഒരു പ്രൗഢി എന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ള വേവലാതി ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മന്ത്രി വീണ ജോർജും മാത്രം കൊണ്ട് നടക്കേണ്ടത്. നമുക്കെല്ലാവർക്കും ആ അഭിമാനമുണ്ട്. അപ്പോൾ അത് ഇകഴ്ത്തപ്പെടുമ്പോൾ ഒരു വേദന പിണറായി വിജയൻ്റെ മാത്രം ഒരു വേദനയായിട്ട് അദ്ദേഹം കാണുകയും വേണ്ട. അതിനെന്തെങ്കിലും പരിക്ക് പറ്റിയാൽ നമുക്ക് എല്ലാവർക്കും നോവും. ഒരു കൂട്ടം ആളുകൾ അതിനെ നോവിക്കാനും വേദനിപ്പിക്കാനും നടക്കുന്നവർ, എന്നാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും അതിൻ്റെ മുഴുവൻ അർഹതയും ഞങ്ങളുടേത്. ഞങ്ങൾ ഓൺ ചെയ്യുന്ന ഒരു പ്രൗഢി, ഞങ്ങൾ ഓൺ ചെയ്യുന്ന ഒരു ഒരു ആരോഗ്യരംഗത്തെ നേട്ടം, അതിനെ ചില ആളുകൾ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞൊരു സംഗതി ഒട്ടുമേ ശരിയല്ലാത്തൊരു സമീപനമാണ്. ശത്രുക്കൾക്ക് വടി കൊടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം. ആരാണ് ശത്രുക്കൾ? പ്രതിപക്ഷമോ? പ്രതിപക്ഷം ഈ നാടിൻ്റെ ശത്രുക്കളാണോ? അല്ലല്ലോ. പ്രതിപക്ഷം ഉയർത്തുന്ന പ്രശ്നം എന്താണ്? നമ്മളടക്കമുള്ള ആളുകൾ അടക്കം ഉയർത്തുന്ന ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, അത് ഉയർത്തുന്ന ആളുകൾ എങ്ങനെയാണ് നാടിൻ്റെ ശത്രുക്കളായി മാറുക? അപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉന്നയിക്കുന്നു. ആ പ്രശ്നം വാലിഡ് ആണെന്ന് മനസ്സിലാവുന്ന നമുക്ക് പിറ്റേന്ന് എവിടുന്ന് വിമാനത്തിൽ ഉപകരണങ്ങൾ വന്നു എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഈ ഫയലിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു എന്ന പ്രശ്നം ഉന്നയിച്ചത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. എങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഈ സംഗതികൾ മുഴുവൻ വരികയും സർജറി പൂർത്തിയാവുകയും ചെയ്തു. ആ പ്രശ്നം ഉന്നയിക്കുന്ന ആളുകൾ ശത്രുക്കളുടെ വടിയാവുന്നു. അപ്പോൾ എൻ്റെ മൗലികമായ ചോദ്യം, ആരാണ് ശത്രു? സംസ്ഥാനത്തിൻ്റെ ശത്രുവായിട്ട് ഇവർ കാണുന്ന ആരെയാണ്? ആരോഗ്യ മേഖലയിൽ പ്രശ്നമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾ ശത്രുക്കളോ? പ്രതിപക്ഷം ശത്രുക്കൾ? പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ആരാണ്? ഐഡിയലി പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ റെപ്രസെൻറ്റേഷനാണ്. അല്ല, പ്രതിപക്ഷം ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം പോലെ നമ്മുടെ ശത്രുക്കൾ എന്ന മട്ടിൽ അതിനെ കാണുന്നത് ഈ മേഖലയിൽ ഈ ഒരു പ്രശ്നത്തോട് പ്രതികരിക്കുമ്പോൾ ഒട്ടുമേ ശരിയല്ലാത്ത ഒരു കാര്യമാണ്. ഞങ്ങളുടെ ഈഗോയ്ക്ക് മുറിവ് പറ്റിയിരിക്കുന്നു, ഞങ്ങളുടെ താല്പര്യത്തിന് മുറിവ് എന്നൊന്നും കാണേണ്ട കാര്യമില്ല. രണ്ടാമെന്താണ് പറയുന്നത്? നമ്മുടെ ആരോഗ്യ മേഖല ലോകത്തെ ഏറ്റവും വിശിഷ്ടമാണ്. ആർക്കാ തർക്കം? നമുക്ക് ആർക്കുമേ തർക്കമില്ല. നമ്മൾ ഇവിടെ തന്നെ ഇരുന്ന് പലകുറി കേരളത്തിലെ ആരോഗ്യ മോഡലിൻ്റെ എന്താ പറയുന്നത് മികവിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഈ വിഷയത്തിൽ തന്നെ തൊട്ടു മുമ്പും. പക്ഷേ ഒരു അവിടെയുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങളിൽ മുക്കാലും അതിഗംഭീരമായി പ്രവർത്തിക്കുന്നു. ഒന്നോ രണ്ടോ എണ്ണം പ്രവർത്തിക്കാത്തതിൻ്റെ പേരിൽ ആകെ പഴിചാരരുത് എന്ന് പറഞ്ഞാൽ ആരോഗ്യ മേഖലയിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ കാര്യത്തിൽ, അടിയന്തരാവശ്യങ്ങൾക്കുള്ള മരുന്നുകളുടെ കാര്യത്തിൽ മുക്കാലും നന്നായി പ്രവർത്തിക്കുന്നു. 3-4 എണ്ണമാണ് പ്രവർത്തിക്കാത്തതെന്ന് ന്യായം പോരാത്ത ന്യായമാണ്. അത് പാടില്ലാത്ത ഒന്നാണ്. നമ്മുടെ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ നോക്കൂ, ലൈഫ് ത്രെട്ടനിങ് ഇഷ്യൂ ആയിട്ട് വരുന്ന ആൾക്കാർക്കാണല്ലോ സർജറി നിർദ്ദേശിക്കുക. അവർക്ക് 30 പേർക്കുള്ള സർജറിക്കുള്ള ഉപകരണങ്ങളും സംവിധാനങ്ങളും റെഡി, ബാക്കി 20 പേർക്കുള്ളതില്ല. അല്ലെങ്കിൽ 99 പേർക്കുള്ളത് റെഡി, ഒരാൾക്കുള്ളതില്ല. ഒരാൾക്കുള്ളതില്ലെങ്കിൽ അത് പ്രശ്നമാണ്, അത് ആരോഗ്യ മേഖലയിൽ പ്രശ്നമാണ്. ആ പ്രശ്നം 23 വയസ്സുള്ള എൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു മനുഷ്യന് സർജറി നിവർത്തിച്ച് കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് ഒരു ഡോക്ടർക്ക് തോന്നുന്നത് അയാളുടെ വൈകാരികമായി തന്നെ തോന്നുന്ന ഒന്നാണ്. അതുകൊണ്ട് അയാൾ വൈകാരികമായി പ്രതികരിച്ചു കൂടാ എന്ന് പറയുന്നത് ഞാൻ ഇവിടെയാണ് സേഫു. അതൊരു വൈകാരിക പ്രശ്നമാണ്. കാരണം സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു ചികിത്സ ഒരു കൂട്ടം ആളുകൾക്ക് കിട്ടുന്നു, എനിക്ക് കിട്ടുന്നില്ല. അതിൽ സ്റ്റേറ്റിൻ്റെ സംവിധാനങ്ങളുടെ അനാസ്ഥ കാരണം എൻ്റെ ചികിത്സ എനിക്ക് നീട്ടിവെക്കേണ്ടി വരുന്നു എന്നതൊരു വൈകാരിക പ്രശ്നമായിരിക്കെ അതിനോടുള്ള പ്രതികരണം സ്വാഭാവികമായും വൈകാരികമായിരിക്കും. അതിൽ വൈകാരികമായി ഒന്നുമേ ഉണ്ടാവാൻ പാടില്ല എന്ന നിലയെടുക്കുന്നത് ഒരു നല്ല സമീപനമല്ല. അപ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിനും ഞങ്ങളുടെ ഭരണ മികവിനെക്കുറിച്ചുള്ള ഞങ്ങളുടെ ഈ പറയുന്ന നെറേറ്റീവിനും അപകടം ഉണ്ടാവാൻ പാടില്ല എന്നതാണ് ആദ്യത്തെ ഒരു പ്രശ്നമായിട്ട് ഇവർ കാണുന്നത്. അത് ശരിയായ സമീപനമല്ല. രണ്ടാമത്തെ എന്താണ്? ഇപ്പോൾ ഈ പ്രശ്നം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഇടതുപക്ഷത്തിൽ തന്നെയുള്ള പിന്തുണ കിട്ടുന്ന നമ്മൾ കണ്ടാണ്. കാരണം അത് ജെന്യുവൻ ഇഷ്യൂ എന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട്. പക്ഷെ ഒരു ഘട്ടത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു യോഗത്തിൽ മുഖ്യമന്ത്രി പറയുകയാണത് അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന്. വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് പാർട്ടി മെക്കാനിസം ഇദ്ദേഹത്തെ ഒരു ശത്രുവാക്കി പ്രഖ്യാപിക്കുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി, പാർട്ടി മുഖപത്രം, സജി ചെറിയാൻ എല്ലാവരും കൂടി ഇറങ്ങുന്നു. ഇദ്ദേഹം കേരളത്തിൻ്റെ സൽപ്പേരിന് കളങ്കം ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരൊറ്റ വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ആക്രമിക്കുകയാണ്. അതെവിടുത്തെ ന്യായമാണ്? അതെവിടുത്തെ മര്യാദയാണ്? വീണ ജോർജ് പറഞ്ഞു അദ്ദേഹത്തെ ചേർത്ത് നിർത്തും, അദ്ദേഹം നല്ല ട്രാക്ക് റെക്കോർഡുള്ള അഴിമതിക്കാരനല്ലാത്ത ഉദ്യോഗസ്ഥനാണെന്ന്. ഇപ്പോൾ വീണ ജോർജിന് അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറയാൻ പറ്റുമോ? പിണറായി വിജയൻ അതിൻ്റെ സകല വാദ്യതകൾ ഒറ്റയടിക്ക് അടയ്ക്കുകയാണ്. ആരും അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറയേണ്ട. സംസ്ഥാനത്തിൻ്റെ ശത്രു എന്ന മട്ടിലൊക്കെ ആരാണ് ഈ സംസ്ഥാനത്തിൻ്റെ ഉടമ? അപ്പോൾ ആരോഗ്യ മേഖലയിൽ നമ്മൾ വലിയ നേട്ടം ഉണ്ടാക്കി. ഈ ചോദ്യം ചോദിക്കുമ്പോൾ എല്ലാം UDF കാലത്ത് എന്തുണ്ടാക്കി, LDF കാലത്ത് ഉണ്ടാക്കിയ നേട്ടങ്ങളെക്കുറിച്ച് പറയും. സ്വാഭാവികമാണ്, സർക്കാരിൻ്റെ പ്രതികരണത്തിന് സ്വഭാവമായിരിക്കും. പക്ഷേ ഒരു സുപ്രഭാതത്തിലല്ല നമ്മൾ ആരോഗ്യ മേഖലയിൽ വലിയ നേട്ടം ഉണ്ടാക്കിയത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ കോൺഗ്രസ് നേതാവ് പറഞ്ഞ പോലെ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ 947 രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓഗസ്റ്റ് 47 അല്ല ഓഗസ്റ്റ് 15 നമുക്കിത് കൊണ്ട് തന്നേക്കാം എന്ന് തീരുമാനിക്കല്ല. അതിന് മുമ്പുള്ള വലിയ പ്രോസസ്സിലൂടെയാണ് സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്. എന്ന് പറഞ്ഞതുപോലെ ആരോഗ്യരംഗത്ത് നമ്മൾ ഉണ്ടാക്കുന്ന മുന്നേറ്റങ്ങൾക്കകത്ത് എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്, ഏറിയും കുറഞ്ഞും അല്ലേ. ആ കോൺട്രിബ്യൂഷനെ വകവയ്ക്കാതെ ഞങ്ങൾ മാത്രം ഉണ്ടാക്കിയ ഒന്നിന് എന്തോ പരിക്ക് പറ്റുന്നു, അവരെല്ലാം വിമർശനം ഉന്നയിക്കുന്നവരെല്ലാം ശത്രുക്കൾ എന്ന മറ്റുള്ളതിനെ കാണുന്നതിൽ പ്രശ്നമുണ്ട്. നമുക്ക് ഒറ്റ കാര്യം അവസാനം എടുത്താൽ എനിക്ക് പറയാനുള്ള പോയിന്റ് ഇതാണ്. ഒറ്റയടിക്ക് എല്ലാം വന്നല്ലോ, അപ്പോൾ വന്നു, അപ്പോൾ ബഹളം വെച്ചപ്പോൾ വന്നു. അത് അനാവശ്യമായി പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കുകയാണ്, അനാവശ്യമായി പ്രതിപക്ഷം സമരം ചെയ്യുകയാണ്.
അത് ഒരു വാല്യൂ ഇല്ലാത്ത സമരമാണെന്ന് പറയുമ്പോൾ തന്നെ ഒരാൾ ഒറ്റയ്ക്കുണ്ടാക്കിയ ഒരു ബഹളം കൊണ്ട് ഫലം ഉണ്ടായല്ലോ. അപ്പോൾ പ്രതിഷേധങ്ങൾക്ക് കാരണമുണ്ട്, പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്ന വാല്യൂ ഉള്ള കാര്യമാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇതെല്ലാം വെറും വൃഥാബഹളങ്ങളാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടം മനസ്സിലാക്കേണ്ടത് ഒരാൾ ഒറ്റയ്ക്ക് ബഹളം വെച്ചപ്പോൾ അതൊരു ശരിയായ കാരണമാണെന്ന് ജനം അതിനെ വാല്യൂ ചെയ്തപ്പോൾ ഇതെല്ലാം കൊണ്ടുവന്നു. 2 മാസം അടിയന്തര സ്വഭാവമുള്ള ഫയലുകൾ കളക്ടറേറ്റിൽ കിടന്നു എന്ന് വെച്ചാൽ അത് ഈ ഭരണകൂടത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഇഷ്യൂ തന്നെയാണ്. അതിനെ അഡ്രസ്സ് ചെയ്യാതെ ആ പ്രശ്നം ഉന്നയിക്കുന്ന ആളുകളെ കേരളത്തിൻ്റെ ശത്രുക്കൾ, നാടിൻ്റെ ശത്രുക്കൾ, വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട വിയോജിപ്പുകൾ വരുമ്പോൾ നാടിൻ്റെ ശത്രുക്കൾ, അങ്ങനെ നാടെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം നെറേറ്റീവിൻ്റെ ഭാഗം അതിന് അങ്ങനെ എടുക്കാനേ പാടില്ല. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ സർക്കാർ കുറച്ചുകൂടി പ്രായോഗികമായ സമീപനം സ്വീകരിക്കണം. ശരിയാണ്, ചട്ടവും നിയമവും ഒക്കെ നോക്കിയാൽ ഈ തുറന്നു പറച്ചിൽ പ്രശ്നമായിരിക്കാം, വേണം നടപടിയൊക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ നടപടിയെടുത്തുകൊണ്ട് ധീരമായ ഒരു കൃത്യം നിറവേറ്റി എന്നതിൻ്റെ പേരിൽ ജനം ഒപ്പിട്ട് തരുമെന്നാണ് സർക്കാർ വിചാരിക്കുന്നതെങ്കിൽ അത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് എനിക്ക് പറയാനുള്ളൂ.